നമസ്തേ. നിങ്ങൾ ഈ കോട്ട് കേട്ടിട്ടുണ്ടോ? ഡോണ്ട് വറി ടു മച്ച് അബൌട്ട് ദ ഷുഗർ ഇൻ യുവർ ബ്ലഡ്, ബട്ട് ഡെഫിനറ്റ്ലി യു ഷുഡ് വറി ദ സ്പൈസ് ഇൻ യുവർ ടങ്. ഇന്നത്തെ പ്രത്യേകത ആണ് ഇതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ടുഡേയ്സ് വേൾഡ് ഡയബറ്റീസ് ഡേ. അതായത് ഞാൻ പറഞ്ഞ ഉദ്ധരണിയുടെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ബ്ലഡിലുള്ള ഷുഗറിനെ കുറിച്ച് നമ്മൾ അത്രയും വറി ചെയ്യേണ്ട, പക്ഷേ നമ്മുടെ നാക്കിലുള്ള ടേസ്റ്റ്, സ്വാദ്, ഇതിനെക്കുറിച്ച് നമ്മൾ തീർച്ചയായിട്ടും വറി ചെയ്യണം. അതാണ് നമുക്ക് രോഗത്തിലേക്ക് എത്തിക്കുന്നത്. ആയുർവേദത്തിൽ ഒരു ശ്ലോകം അതിന് പറയുന്നുണ്ട്, ആഹാര സംഭവം വസ്തു രോഗസ്തു ആഹാര സംഭവം. അതായത് ആഹാരം കൊണ്ടുണ്ടാവുന്നതും നിലനിൽക്കുന്നതും വളരുന്നതും നശിച്ചു പോകുന്നതുമായ ഈ ശരീരം ആഹാരം കൊണ്ട് തന്നെയാണ് എല്ലാ കർത്തവ്യങ്ങളും നിർവഹിക്കുന്നത്. അപ്പോൾ ആഹാരം കൊണ്ട് തന്നെയാണ് ഈ രോഗങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അതിൻ്റെ ഏറ്റവും ഉദാഹരണമായിട്ടുള്ളൊരു രോഗമാണ് ഡയബറ്റീസ്. ഇറ്റ് ഈസ് എ വെരി സൈലൻറ്റ് കില്ലർ. അത് നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഇരുന്ന് പല രോഗങ്ങളെ ഉണ്ടാക്കുന്നു, പല രോഗങ്ങൾക്ക് കാരണമായി ഭവിക്കുന്നു, പല രോഗങ്ങൾക്കും ഒരു സപ്പോർട്ടീവായി ഫങ്ഷൻ ചെയ്തുകൊണ്ട് നമ്മളുടെ ശരീരത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രോഗമാണ്. അതുകൊണ്ട് ഇതിനെ എത്രയും പെട്ടെന്ന് കൺട്രോൾ ചെയ്യുക, വളരെ വേറെ രോഗങ്ങൾ വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ ഡയബറ്റീസ് എന്നുള്ള കണ്ടീഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയും അത് തന്നെയാണ്. അതായത് ഡയബറ്റീസിനെ കുറിച്ച് അറിയുക, നമുക്ക് രോഗം വരാതെ നോക്കുക, വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഹെറിഡിറ്ററി ആയിട്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രോഗത്തിൻ്റെ കാരണമായിട്ട് നമ്മൾ കഴിക്കുന്ന മരുന്നുകളെ കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പ്രഗ്നൻസി കഴിഞ്ഞാൽ വരാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് വരാൻ സാധ്യതയുള്ള എല്ലാ അവസ്ഥകളെയും നമ്മൾ തരണം ചെയ്യുകയും നമ്മൾ ആക്റ്റീവായിട്ടിരിക്കുക. അതായത് ആഹാരവും വിഹാരവും, നമ്മുടെ ഭക്ഷണക്രമം വളരെ നല്ല രീതിയിലാക്കുക, നമ്മുടെ വിഹാരം നമ്മൾ വേണ്ട രീതിയിൽ നമ്മൾ പ്രവർത്തിക്കുക, നമ്മുടെ ശാരീരികമായ ക്രിയകൾ നല്ല രീതിയിൽ ചെയ്യുക. അതായത് ഒരു നടത്തം അല്ലെങ്കിൽ ഓട്ടം അങ്ങനെയുള്ള എന്തെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒരു ആയാസകരമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, എക്സസൈസ് എന്നുള്ള കണ്ടീഷനൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്യണം. ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഡയബറ്റീസ് എന്നുള്ള സംഭവം വന്നാലും തന്നെ അതിനെ വളരെ മെയിൻറ്റെയിൻ ചെയ്ത് വേറെ ഒരു രോഗം നമുക്ക് ശരീരത്തിൽ വരാതെ നമുക്ക് കൊണ്ടു നടക്കാൻ സാധിക്കും. ആയുർവേദത്തിൽ പറയുന്ന ഡയബറ്റിക് മാനേജ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയബറ്റീസ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ ദുഷിച്ച വസ്തുക്കളെ നമ്മൾ പുറത്താക്കണം. അതിനെ പുറത്താക്കുക എന്നുള്ള ഒരു പഞ്ചകർമ്മ ചികിത്സയാണ് ഇതിന് ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത്. അതിൻ്റെ രോഗാവസ്ഥയും രോഗിയുടെ അവസ്ഥയനുസരിച്ച് ചിലപ്പോൾ വമനം, വിരേചനം, വസ്തിയും 3 ചികിത്സകളും വേണ്ടി വരും. ചില സമയത്ത് ഒരു വിരേചനവും അല്ലെങ്കിൽ വസ്തിയും മാത്രം കൊണ്ട് നമുക്ക് അതിനെ കറക്റ്റ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഈ രോഗം വരുന്നത് എന്താണ് കാരണമെന്നും ആ രോഗം എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ അത് രൂഢമൂലമാവുന്നതും എന്നുള്ളതെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇതിൻ്റെ ചികിത്സ തയ്യാറാക്കാൻ എന്നുള്ളതാണ് ശാസ്ത്രത്തിൽ പറയുന്നത്. അപ്പം അതിനനുസരിച്ചുള്ള ഒരു ചികിത്സാക്രമമാണ് നമ്മുടെ സഞ്ജീവനത്തിൽ നമ്മൾ അനുവർത്തിച്ചു വരുന്നത്. ഇത് രോഗം വന്നാൽ അതിനെ വളരെ നല്ല രീതിയിൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ പല രോഗങ്ങൾക്കും അത് കാരണമായി ഭവിക്കും. അത് വരാതെ നമ്മൾ നോക്കുക എന്നുള്ളതാണ് നമ്മൾക്ക് ഈ സുദിനത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ഉറപ്പിക്കേണ്ട ഏറ്റവും വലിയ കാര്യം. ആർക്കും അത്തരത്തിലുള്ള രോഗം വരാതിരിക്കട്ടെ, വന്നാൽ അത് അവർക്ക് വേണ്ട രീതിയിൽ അതിനെ മാനേജ് ചെയ്യാൻ സാധിക്കട്ടെ എന്നും കൂടി ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്തേ.